കഠിനാധ്വാനത്തിലൂടെ ഡെലിവറി ബോയിൽ നിന്നും വൈമാനികനിലേക്ക് പറന്നുവീണ കഥയാണ് കൊടുങ്ങല്ലൂർ സ്വദേശി ഹൈസിൽ ജബിന് പറയാനുള്ളത്. കൊമേഴ്സ്യൽ പൈലറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി വൈമാനികന്റെ യൂണിഫോം അണിയാനൊരുങ്ങുന്ന ഈ യുവാവിന്റെ ജീവിതകഥ പോരാട്ടങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഉദാഹരണമാണ്. RPC 8206 short finals runway 264 touching go. Yes, still can approach the runway. On repeat, runway clear. Under feet, runway is clear. Approach is stable. Continue. ബാല്യം മുതൽക്കേ വ്യോമയാന മേഖലയോട് താല്പര്യമുണ്ടായിരുന്ന ജബിന് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ആകണമെന്നായിരുന്നു മോഹം. എന്നാൽ +2 ശേഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠനത്തിനാണ് ചേർന്നത്. എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യൻ സായുധസേന പൈലറ്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചത്. അതോടെ സായുധസേനയിൽ പ്രവേശിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിനിടെ ജീവിത ചെലവുകൾക്കായി കൊച്ചിയിലെ സൊമാറ്റോയിൽ ഫുഡ് ഡെലിവറി പാർട്ട്ണറായി ജോലി ചെയ്തു. പിന്നീട് ബംഗളൂരുവിലുള്ള ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഗണിതശാസ്ത്ര അധ്യാപകനായി ജോലിക്ക് ചേർന്നു. 2020 കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ ദുബായിലായിരുന്ന പിതാവ് ഹബീബ് ഹൃദയാഘാതത്തെ തുടർന്ന് കിടപ്പിലായി. പിതാവിനെ നാട്ടിലെത്തിച്ച് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ജബിൻ ഏറ്റെടുത്തു. 1 വർഷത്തിലേറെ പിതാവിനെ പരിചരിച്ചെങ്കിലും 2ാം കോവിഡ് തരംഗത്തിനിടെ പിതാവ് മരണത്തിന് കീഴടങ്ങി. അതോടൊപ്പം ജബിന് അധ്യാപക ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനിടെ 27 വയസ്സ് പൂർത്തിയായതോടെ ഇന്ത്യൻ വ്യോമസേനയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും പിന്നിട്ടു. എന്നാൽ വാണിജ്യ പൈലറ്റ് ആകുക എന്ന ലക്ഷ്യവുമായി മെന്റർമാരുടെ സഹായത്തോടെ ഫിലിപ്പീൻസിലെ ഫാസ്റ്റ് ഏവിയേഷൻ അക്കാദമിയിൽ ചേർന്നു. 2024 ഡിസംബറിൽ ഫിലിപ്പീൻസിലെത്തി പരിശീലനം ആരംഭിച്ച ജബിൻ ഈ വർഷം ആദ്യം സ്വകാര്യ പൈലറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. എയർക്രാഫ്റ്റിന്റെ ഫീൽഡിലേക്ക് എങ്ങനെ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചു തുടങ്ങി. ഈ ലൊക്കാലിറ്റിയിൽ ഈ പരിസരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് ക്യാപ്റ്റൻ നാസർ ഷംസുദ്ദീൻ ഉണ്ട്. വെള്ളാങ്കല്ലൂരാണ് ആളുടെ സ്വദേശം. അപ്പോൾ ആളൊരു പൈലറ്റാണെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു, എനിക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തന്നു. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് ഒരുപാട് ചിലവ് വരുന്നതുകൊണ്ട് ഞാനതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഗൈഡൻസ് വഴി ഈ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിലുള്ള ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഫിലിപ്പീൻസിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഫ്ലൈ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഒരുപാട് ആംഡ് ഫോഴ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെയൊക്കെ എന്നെ അയക്കുകയും ഞാൻ അവരോട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫിലിപ്പീൻസിലെ കോഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നാലേ എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ ലൈസൻസ് വെച്ച് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ലൈസൻസ് കൺവേർഷനായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് തീരാറായി. കൊടുങ്ങല്ലൂരിലെ അത്താണിയിൽ മാതാവ് സഫിയോടൊപ്പം താമസിക്കുന്ന ഹൈസിൽ ജബിന്റെ സഹോദരൻ UK-യിലും സഹോദരി കൊച്ചിയിൽ ബിരുദപഠനവും തുടരുകയാണ്. 29ാം വയസ്സിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന് ചിറക് നൽകിയതിലുള്ള സന്തോഷത്തിലാണ് ഈ യുവാവ്. TCV കൊടുങ്ങല്ലൂർ.